ഫിലോസഫി പഠനകാലത്ത് യുവജനങ്ങൾക്കായി സംഘടിപ്പിച്ച ഒരു സെമിനാറിൽ പങ്കെടുക്കുവാൻ എനിക്ക് ഒരു സാഹചര്യം ലഭിക്കുകയുണ്ടായി. അന്ന് സെമിനാറിന് നേതൃത്വം നൽകിയ വൈദികൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടു, കുറേയധികം ചിത്രങ്ങൾ നിരത്തിവെച്ചതിൽ നിന്നും നിങ്ങളുടെ ജീവിതത്തോട് സാമ്യം തോന്നുന്ന ഒരു ചിത്രം തിരഞ്ഞെടുക്കുവാൻ. ഞാൻ പോവുകയും ചിത്രങ്ങളിലൊന്ന് കണ്ണോടിക്കുകയും ചെയ്തു നോക്കിയപ്പോൾ അതിൽ മനോഹരമായ ഒരു ചിത്രം എന്റെ കണ്ണിലുടക്കി. ഒരു വ്യക്തി വളരെ സസൂക്ഷ്മം ശ്രദ്ധിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടെ ഒരു പൊട്ടിയ ചില്ലുകുപ്പിയിൽ പെയിന്റ് നൽകുന്ന ചിത്രമായിരുന്നു അത്. ദാനധർമ്മം എന്ന പുണ്യത്തെ പറ്റിയാണ് നാം ഇവിടെ ചിന്തിക്കുന്നത്. ദാനധർമ്മം എന്ന പുണ്യത്തിന് കേവലം ഭൗതികമായ ചില വസ്തുക്കൾ ധർമ്മം ചെയ്യുന്നതിൽ നിന്നും അല്ലെങ്കിൽ ദാനം ചെയ്യുന്നതിൽ നിന്നും മാറി നിന്നുകൊണ്ട് അതിനേക്കാൾ ഉപരിയായ വലിയ ഒരു അർത്ഥമുണ്ട്. ചിലപ്പോൾ ഒരു പക്ഷേ ഒരു മനുഷ്യന്റെ സാന്നിധ്യമോ സമയമോ അതിലുപരിയായി അവന്റെ കഴിവുകളോ ആവാം അവൻ ദാനം ചെയ്യുക. ഈ ഒരു തലത്തിന് അത്യധികമായ മനോഹാരിതയുണ്ട്. വിശുദ്ധ ജോൺ ബോസ്കോ എന്ന ഒരു വിശുദ്ധനുണ്ട്. അദ്ദേഹം പറഞ്ഞ മനോഹരമായൊരു വാക്കുകളുണ്ട്: യുവജനങ്ങളെ, നിങ്ങൾക്കായി ഞാൻ പഠിക്കുന്നു, നിങ്ങൾക്കായി ഞാൻ ജോലി ചെയ്യുന്നു, നിങ്ങൾക്കായി എന്റെ ജീവിതം നൽകുവാൻ പോലും ഞാൻ സന്നദ്ധനാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട്: നിങ്ങളുടെ വലതുകൈ ചെയ്യുന്നത് ഇടതുകൈ അറിയാതിരിക്കട്ടെ. ഈ നോമ്പുകാലത്തിൽ നാം മുന്നേറുമ്പോൾ ദാനധർമ്മം എന്ന പുണ്യത്തിന്റെ മഹനീയമായ മറ്റു തലങ്ങളെ കൂടി നമുക്ക് ചിന്തിക്കാം. അതെ, അങ്ങനെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിറം പകരുന്നവരായി മാറുവാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. നോമ്പുകാലത്തിന്റെ ഈ ദിനങ്ങളിൽ ഏവർക്കും ആശംസകൾ.